നമ്മളിന്ന് പോകുന്നത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. തൃശ്ശൂരുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ ഡിസൈനർ പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്നാണ് നമ്മുടെ പൊതുജനങ്ങൾക്കായിട്ട് ഈ പാർക്ക് തുറന്നു കൊടുത്തത്. ഉദ്ഘാടനം ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹൈവേയിൽ നിന്ന് കുട്ടന്നൂർ ഭാഗത്ത് ഹൈവേയിൽ നിന്നും അല്ലെങ്കിൽ ഹൈലൈറ്റ് മാളിൽ നിന്നും 4 കിലോമീറ്ററാണ് ഈ പാർക്കിലേക്കുള്ളത്. വഴികളെല്ലാം വീതി കൂട്ടി തുടങ്ങിയിട്ടുള്ളൂ. പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല. പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. സുവോളജിക്കൽ പാർക്കിലേക്ക് കടക്കുന്ന സ്ഥലത്താണെങ്കിലും പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്ക് ബസ് സർവീസ് ഉണ്ട്. സൂവിൻ്റെ തൊട്ട് മുന്നിൽ വരെ വരാൻ പറ്റും. അവിടെ നിന്നൊരു 1-2 മിനിറ്റ് നടന്ന സൂവിലേക്ക് എത്തും. നമ്മൾ നേരെ ചെല്ലുന്നത് സുവോളജിക്കൽ പാർക്കിൻ്റെ എൻട്രൻസിന് മുന്നിലേക്കാണെങ്കിലും പാർക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് ലോട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആളുകളെ ഇവിടെ ഇറക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും സൗകര്യം. പാർക്ക് ചെയ്യാനായിട്ട് 100 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്തത്. വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ പാർക്കിങ്ങിനായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. ഇപ്പോൾ പാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ സുവോളജിക്കൽ പാർക്കിലേക്ക് പോയി അവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുന്നത്. ഇപ്പം ടിക്കറ്റ് ഇവിടെ മുതിർന്ന ആളുകൾക്ക് 100 രൂപയും സീനിയർ സിറ്റിസൺ 50 രൂപ, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 30 രൂപയുമാണ്. 5 വയസ്സ് വരെ ഫ്രീ ആണ്. ടിക്കറ്റ് നമുക്ക് നേരിട്ട് കൗണ്ടറിൽ നിന്നും എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓട്ടോമാറ്റഡ് മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കണം അവിടെ അധികം കസാരകളോ മറ്റിരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളോ ഒന്നും കണ്ടില്ല. ഈ ടിക്കറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ബസ് സർവീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസയും കൂടി അവിടെ അടയ്ക്കേണ്ടതാണ്. KSRTC 2 ഇലക്ട്രിക് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. കയറി വരുന്നിടത്ത് തന്നെ അവരൊരു ചെറിയ കഫറ്റേരിയ ഒരുക്കിയിട്ടുണ്ട്. അതിനോട് അടുത്ത് തന്നെയാണ് അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉള്ളത്. ഒരു നോർമൽ ചാർജാണ് അവിടെ ആഡ് ചെയ്യുന്ന അവർ എടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൂ സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നിന്ന് ബസ്സിൽ കയറി പോകുന്ന ആൾക്കാർക്ക് ബസ്സിൽ കയറി പോകാം. നടന്ന് കാഴ്ചകൾ കാണണമെങ്കിൽ അങ്ങനെയും കാണാം. ഇപ്പോൾ ബസ്സിൽ ഇരുന്ന് കാഴ്ചകൾ എന്തായാലും കാണാൻ പറ്റില്ല. ബസ് ഓരോ സ്റ്റോപ്പിൽ ഇറക്കി തരും. അവിടെ നിന്ന് പിന്നെ നടന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചാ സ്റ്റോപ്പിൽ വരണം. അടുത്ത ബസ്സിൽ ആണ് പോകേണ്ടത്. അത് അവിടെ വെയിറ്റ് ചെയ്ത് അടുത്ത ബസ്സിൽ വരുമ്പോഴാണ് പോകേണ്ടത്. 2 ഇലക്ട്രിക് ബസ്സുകളാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഒരു ക്രോക്കഡൈലിനെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പക്ഷികളെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ആദ്യം കണ്ടതിന് ശേഷം അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇറങ്ങി ഇവിടെ വന്ന് നടന്ന് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് മാനുകളെ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കാഴ്ചകളെല്ലാം ഒരുക്കിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് പോലെ ഇട്ടിട്ട് നമ്മൾ അതിലൂടെ മുകളിലേക്ക് കയറിയാലേ കാഴ്ചകൾ കാണാൻ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ മുതിർന്ന ആൾക്കാർക്കും മുട്ടുവേദനയുള്ള ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു ബഗ്ഗി സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ അതിന് അഡീഷണൽ ചാർജ് മേടിച്ചോട്ടെ, അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി കാണിച്ച് അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ച് വരുമായിരിക്കും ചിലപ്പോൾ ഈ സൗകര്യം. ഇപ്പം ഇവിടെ നമുക്ക് മാനുകളെല്ലാം ഒരു ചില്ലിൻ്റെ അകത്ത് ഇവിടെ കാണാനായിട്ട് തൊട്ടടുത്ത് കാണാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെയും ഇരിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ പുറത്തു നിന്ന് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഒരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടത്, ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും വഴികൾ ഒരുക്കിയിരിക്കുന്നതും ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും മരങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാം. ഇതാണ് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഓരോ സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് സൈലന്റ് വാലി എന്നുള്ള സോണാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ കഫറ്റേരിയയും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സൈലന്റ് വാലിയിൽ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ടെങ്കിലും മൃഗങ്ങളെ അവർ ഇതുവരെ അവിടെ ഇട്ട് തുടങ്ങിയിട്ടില്ല. അതിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ സൈലന്റ് വാലിയിൽ നമ്മൾ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഏരിയാസൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുരങ്ങന്മാരെയും പാമ്പുകളാണ് അവിടെ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നതെങ്കിലും ഒറ്റ മൃഗങ്ങളും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഇനിയും ഒരു 3-4 മാസം എടുക്കും ഫുൾ ഫ്ലഡ്ജഡ് ആവാനെന്നാണ് ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ നമുക്ക് ആ സൂ എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. കുറച്ച് വിരലിലുണ്ടാവുന്ന മൃഗങ്ങളെയും കാണാം, അത്രയേ ഉള്ളൂ. ഇപ്പം ഇവിടെയൊന്നും മൃഗങ്ങളെ ഇട്ടിട്ടില്ല. ജസ്റ്റ് പണി കംപ്ലീറ്റായി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇതിൽ നടന്നു കഴിയുമ്പോൾ വലിയ ചൂട് അനുഭവപ്പെട്ടില്ല. ചെറിയൊരു കാറ്റുണ്ടായിരുന്നു. വലിയ ക്ഷീണം അനുഭവപ്പെട്ടില്ല. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ടൈഗറിനെയും ലയണിനെയും ഇട്ടിരിക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അവിടെ ആദ്യം കാണുന്നത് നമ്മളൊരു ലെപ്പേർഡിനെയാണ്.
ലെപ്പേഡ് ആ കൂട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അത് കുറച്ചിനി പരിചയം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങി നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൂരെ നിന്നാണ് കാണാൻ പറ്റിയത്. അവിടെ ഇതുപോലൊരു ചില്ലിൻ്റെ സെറ്റപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ചെന്ന് അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് നിന്ന് നേരിട്ട് കാണാവുന്നതാണ്. അതിന് തൊട്ടടുത്തായിട്ട് ടൈഗറിനെയാണ് ഇട്ടിരിക്കുന്നത്. ടൈഗർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടായിരുന്നു, ചില്ലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈഗറിനെ നല്ല രീതിയിൽ എല്ലാവർക്കും കാണാനും പറ്റി. എല്ലാവർക്കും വളരെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. 2 ടൈഗറിനെയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ടൈഗർ റെസ്റ്റ് എടുക്കാനാണെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ നിന്നും മറ്റു സൈഡിലേക്ക് ചില്ലുള്ള ഭാഗത്താണ് കുറച്ച് തണലുണ്ടായിരുന്നത്. അപ്പം അവിടെ കിടക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വന്നതാണെന്നാണ് തോന്നുന്നത്. ഇപ്പം എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട് ആ സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ ശല്യമായല്ലോ എന്നുള്ള രീതിയിൽ ടൈഗർ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഏറ്റവും നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതും ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ടൈഗറിന് ഇട്ടിരിക്കുന്ന ഏരിയ തന്നെയാണ്. ഈ ടൈഗറിൻ്റെ ഏരിയ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് സിംഹത്തിന് ഇടാനായിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിംഹം ഇതുവരെ എത്തിയിട്ടില്ല. അതും ചിലപ്പോൾ കുറച്ച് മാസങ്ങളെടുക്കും എന്നാണ് പറഞ്ഞത്. ടൈഗറിൻ്റെ ഏരിയയുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് പിന്നെ ഇട്ടിരിക്കുന്നത് കാട്ടുപോത്തിനെയാണ്. അത് നമുക്ക് കുറച്ച് ദൂരെ നിന്നേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലാണ് കാട്ടുപോത്തിനെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ബസ് നിർത്തുന്ന പോയിന്റിലേക്കാണ് എത്തുന്നത്. അവിടെയും ചെറിയൊരു കഫറ്റേരിയയും ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബസ്സിൽ വരുന്ന ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് കയറിയിട്ട് വേണം പുലികളെ എല്ലാം കാണാൻ ഉള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടകപ്പക്ഷി പിന്നെ ഹിപ്പോപ്പൊട്ടാമസിനെ ഇടാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഹിപ്പോപ്പൊട്ടാമസിനെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇവിടെയും കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം മൃഗങ്ങളെല്ലാം നടന്ന് കണ്ടുവരികയാണെങ്കിൽ ഒരു 1.5-2 മണിക്കൂറോളം എടുക്കും. ഇത് ലാസ്റ്റ് സ്പോട്ടാണ്. ബസ് കയറി ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെയൊക്കെ കണ്ട് തിരിച്ച് പിന്നെയും ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി വരുന്നവർക്ക് ഇത്രയും സമയം എടുക്കണം. ഇവിടെ നല്ല തിരക്കായിരിക്കും. ബസ് ഇവിടെ നിന്ന് കാത്ത് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ക്ഷേത്രം നമുക്ക് ദൂരെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഇവിടെ തിരക്കായതുകൊണ്ട് തന്നെ ഇതിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിലേക്ക് നടന്ന് പോയി അവിടെ നിന്നാണ് കയറിയത്. പുലികളെ കാണാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ആളുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും ഇവിടെ ഇപ്പോൾ വരുന്നതിനേക്കാളും ഒരു 3-4 മാസം കൂടി കഴിഞ്ഞ് എല്ലാ അനിമൽസിനെയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും സൗകര്യം. ചിലപ്പോൾ അപ്പോൾ ബസ് സർവീസസ് ഒക്കെ കൂടുതലുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ബഗ്ഗി സർവീസ് അവർ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. മറ്റ് സൗകര്യങ്ങളെല്ലാം അവർ ചിലപ്പോൾ ഇതിനോട് കൂടി ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഈ സൂ കാണാവുന്നതാണ്. സൂ മാത്രം കാണാനാണെങ്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ട് പോകാവുന്നതാണ്. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്.